താങ്ക് യു സോ മച്ച് സർ. കൈൻഡ്ലി സ്റ്റേ ബാക്ക് ഓൺ സ്റ്റേജ് ഒന്ന് സ്റ്റേ. നമുക്കിനി അടുത്ത അവാർഡിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പോവാം. അതായത് നമുക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു താരത്തെയാണ് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത്. ഒരു നടനായും അവതാരകനായും ഹാസ്യതാരവും ഒക്കെ ആയിട്ട് നമ്മുടെ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും സ്മോൾ സ്ക്രീനിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് ഇവർക്കും വളരെയധികം പ്രിയങ്കരനായ കിഷോറേട്ടനെയാണ് നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. യെസ്, ഒരു അടിപൊളി കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം കിഷോറേട്ടനെ നമുക്ക് സ്വാഗതം ചെയ്യാം. യെസ്, നമസ്കാരം കിഷോറേട്ടാ, വെൽക്കം വെൽക്കം. നമ്മളൊരു കിഷോറേട്ടന് നല്ല ഒരു മൈക്ക് കൊടുക്കാമോ? യെസ് കിഷോറേട്ടാ, എന്നോട് ഷമനാഥ് സാർ പറഞ്ഞു നമ്മുടെ കേരള വിഷനും അല്ല കുടുംബശ്രീക്കും കിഷോറേട്ടനും ഒരു വലിയ ബന്ധമുണ്ടെന്ന്. അങ്ങനെയില്ല, രണ്ടും ഏതാണ്ടൊക്കെ ഒന്നല്ലേ. എന്തായാലും വളരെ സന്തോഷം. ഈ ആണുങ്ങളുടെ പോക്കറ്റിൽ നിന്നും പൈസ എടുക്കാൻ ഉള്ള അവസരം നിഷേധിച്ച ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് കുടുംബശ്രീ. അങ്ങനെയാണ് വളരെ ലളിതമായി എനിക്ക് പറയാനുള്ളത്. ഇത്രയും വലിയൊരു പ്രസ്ഥാനം ഇല്ലെങ്കിൽ നമ്മൾ ഈ ഭർത്താക്കന്മാർ, പണ്ടത്തെ ഒരു കൺസെപ്റ്റാണ്, ഭർത്താക്കന്മാർ ജോലി ചെയ്ത് പൈസ കൊണ്ട് പോക്കറ്റിൽ ഇട്ടിട്ട് അങ്ങോട്ടേക്ക് തിരിയുമ്പോൾ അതിൽ നിന്നും പൈസ എടുത്തായിരുന്നു അന്ന് സ്ത്രീകൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ഇയാൾ പണിക്ക് പോകാൻ നേരത്ത് ഇയാളുടെ പുറകെ ഇങ്ങനെ ഷർട്ടിൻ്റെ പുറകെ പിടിക്കും, ഇങ്ങോട്ട് വരിയുന്നേ ഇങ്ങോട്ട് വരിയുന്നേ, എനിക്ക് താന്നേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ നിന്ന് മാറി സ്വതന്ത്രമായ രീതിയിൽ പുരുഷൻ്റെ മുഖത്ത് നോക്കി സാമ്പത്തികമായി എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഇനി ഒന്നും വേണ്ട എന്ന് ധൈര്യപൂർവ്വം വിളിച്ചു പറയാൻ പറ്റിയ വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് കുടുംബശ്രീ. അതിൽ അംഗങ്ങളായിരിക്കുന്നവരെ അങ്ങേയറ്റം നമിക്കുന്നു. മാത്രവുമല്ല, ഒരു സാധാരണ സ്ത്രീക്ക് എങ്ങനെ ഒരു സംരംഭകയാകാം എന്ന് കാലം തെളിയിച്ചു കൊടുത്ത വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ പേര് കൂടിയാണ് കുടുംബശ്രീ. അത് മാത്രവുമല്ല, പണ്ട് നമ്മളൊരു ലോണിന് വേണ്ടി ബാങ്കിലെ മാനേജർ എന്ന് പറയുന്ന കണ്ണാടി കൂടിന് അകത്ത് നിന്ന് വലിയൊരു ആളിനെ പോലെ മാറി നിന്ന് നോക്കിക്കൊണ്ടിരുന്ന അവരൊക്കെ ഒരു കുടുംബശ്രീ യൂണിറ്റിൻ്റെ പ്രോജക്റ്റിൽ സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് കുടുംബശ്രീ. വലിയ സന്തോഷം. കുടുംബശ്രീയെ ഇങ്ങനെ കേരള വിഷൻ്റെ ഒരു വലിയ ഒരു ചട്ടക്കൂടിൽ കൂടെ ആക്കി ഈ വലിയൊരു അവാർഡ് നൈറ്റ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഒപ്പം അതിൻ്റെ ബാക്കിയുള്ള പിന്തുണച്ച ബാക്കിയുള്ള സ്പോൺസേഴ്സിനെ കൂടെ എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ അഭിനന്ദിക്കുന്നു. വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച് കിഷോറേട്ടാ. നമുക്ക് അടുത്ത വിജയികൾക്കുള്ള ക്യാഷ് അവാർഡ് സമർപ്പിക്കുവാനായിട്ട് കേരള വിഷൻ്റെ ഡയറക്ടറായ ശ്രീ രജനീഷ് PS-നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് സർ. ഒപ്പം ഇവർക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകുവാനായിട്ട് ജെപ്സ് എനർജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ നിതീഷ് CV-യെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. So, ladies and gentlemen, QT, the Beauties of Presence, Kerala Vision Kudumbashree Micro Enterprises Awards 2025-ൽ അടുത്ത അവാർഡ് കാർഷിക രംഗത്തെ മികവിന് അവാർഡിന് അർഹരായിരിക്കുന്നത് ശ്രേയ ഗാർഡൻസ് അരുവിക്കര. നമുക്ക് അവരുടെ ഒരു പ്രൊഫൈൽ കണ്ടുനോക്കാം. ശ്രേയ ഗാർഡൻസ് പൂക്കളോടുള്ള ഇഷ്ടവും വീട്ടിലൊരു ഗാർഡൻ ഒരുക്കാനുള്ള ശ്രമവുമാണ് ഈ കാണുന്ന പൂപ്പാടത്തിലേക്കുള്ള തുടക്കം. അരുവിക്കര പഞ്ചായത്തിലെ വെള്ളനാട് 10 മണിപ്പൂക്കളുടെ ഈ വൻ ശേഖരം ഒരുക്കി തീർത്തത് യുവ സംരംഭകയായ സുചിത്ര രാജീവാണ്. കുടുംബശ്രീ സംരംഭമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ഈ പുഷ്പകൃഷി ഇന്ന് ഇന്ത്യയിലെ തന്നെ പൂപ്രേമികളുടെ ആകെ ഇഷ്ടം നേടിക്കഴിഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിലേക്കും രാജ്യാന്തര ദേശങ്ങളിലേക്കും വരെ ഇവിടെ വിരിയുന്ന പൂച്ചെടികൾ എത്തുന്നു. തായ്ലൻഡ്, മലേഷ്യ, ബ്രസീൽ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അതിഥികളായി എത്തിച്ചേർന്നവരും ഇവിടെ ധാരാളമുണ്ട്. കുറച്ചൊന്നുമല്ല, 400-ൽ പരം ഇനങ്ങൾ ഇവരുടെ പക്കൽ ഇന്നുണ്ട്. എങ്കിലും കൂടുതൽ ആരാധകർ പ്രഭാതം മുതൽ പ്രദോഷം വരെ വാടാത്ത നിൽക്കുന്ന സിൻഡ്രല്ല വെറൈറ്റികൾക്കും ഒരു പൂവിൽ തന്നെ വ്യത്യസ്ത നിറങ്ങൾ ചേർന്ന കാർനേഷൻ പ്ലാന്റുകൾക്കുമാണ്. 10 മണിപ്പൂക്കളുടെ ഉദ്യാന പാലകയായി സുചിത്ര മാറിയിട്ട് 8 വർഷങ്ങൾ പിന്നിടുന്നു. ഒരു ചെറിയ ഗാർഡൻ എന്ന സ്വപ്നത്തിൽ ഒതുങ്ങി നിൽക്കാതിരുന്നത് പോലെ തന്നെ വലിയ സ്വപ്നങ്ങളാണ് സുചിത്രയും കൂട്ടരും കാണുന്നത്. അതിൽ സ്റ്റേറ്റ് അവാർഡും
ഗിന്നസ് വേൾഡ് റെക്കോർഡും ഉണ്ട്. അതിനുള്ള പരിശ്രമവും കൂടിയുണ്ട്. അഭിനന്ദനങ്ങൾ ടീം ശ്രേയ ഗാർഡൻ. Yes, congratulations to Team Shreya Gardens. Team Shreya Gardens-നുള്ള മെഡൽ കിഷോർ ഏട്ടൻ സമ്മാനിക്കുന്നതായിരിക്കും. QT The Beauties of Presence Kerala Vision Kudumbashree Micro Enterprises Awards 2025 കാർഷിക രംഗത്തെ മികവിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്നത് ശ്രേയ ഗാർഡൻസ് അരുവിക്കര. Ladies and gentlemen, put all your hands together at this time. ഇനി ഇവർക്കുള്ള ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നത് കേരള വിഷൻ ചാനൽസിന്റെ ഡയറക്ടറായ ശ്രീ രജനീഷ് PS ആണ്. ഒപ്പം ശ്രേയ ഗാർഡൻസിനുള്ള സർട്ടിഫിക്കറ്റ് സമ്മാനിക്കുന്നത് ജെപ്സ് എനർജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ നിതീഷ് CV. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ കൈ നിറയെ സമ്മാനങ്ങളും അനുമോദനങ്ങളും ആണ് ഇവരെ കാത്തിരിക്കുന്നത്. ഇനി അടുത്തതായി QT The Beauties of നൽകുന്ന പൊന്നാടയും മെമന്റോയും ഗിഫ്റ്റ് ഹാമ്പറും ആണ് കൈമാറുന്നത്. QT The Beauties Ofന്റെ ഭാരവാഹികളെ ക്ഷണിക്കുന്നു. Yes, once again congratulations to Shreya Gardens Aruvikara. They are also receiving a memento from QT The Beauties of along with a gift hamper. Super, great. Thank you so much, Shreya Gardens. Thank you so much, our dearest dignitaries on the stage. Nidhi sir, Rajesh sir, Khalid sir, Ismail sir, Ashad sir, എല്ലാവർക്കും താഴെ പോയിരിക്കാം. ഒരാളൊഴികെ കിഷോറേട്ടനൊഴികെ ബാക്കി എല്ലാവർക്കും താഴെ ചെന്ന് സീറ്റുകളിൽ റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. കിഷോറേട്ടാ, അവതാരകൻ, നടൻ, ഇൻഫ്ലുവൻസർ, ഇത് മാത്രമുള്ളൊരു വലിയ ഹൈലൈറ്റും കൂടിയുണ്ട്. ഒരു അടിപൊളി സിംഗറും കൂടിയാണ്. അപ്പം എന്തായാലും നമുക്ക് വേണ്ടി കിഷോറേട്ടൻ ഒരു അടിപൊളി നല്ലൊരു പാട്ട്, നല്ലൊരു വൈബുള്ളൊരു പാട്ടും കൂടെ പാടിയിട്ട് പോകത്തുള്ളൂ ഇല്ലേ? അതായത് വലിയൊരു റിക്വസ്റ്റാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഒരു സാധാരണ ആൾക്കാരുടെ ഒരു വൈബ് അടിപൊളിയായിട്ട് അറിഞ്ഞിട്ടുള്ളൊരു മനുഷ്യൻ കൂടിയാണ് കിഷോറേട്ടൻ്റെ. പല പരിപാടികളിലൂടെയൊക്കെ നമുക്കറിയാം, ഷാപ്പിലെ നാവിലെ രുചി അല്ലേ, ഷാപ്പിലെ കറിയിലേക്ക് ചേട്ടന് അസാധാരണക്കാരുമായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ഒരു റാപ്പ് എന്നാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട്, ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞാൽ നമുക്ക് വേറെ ഇഷ്ടപ്പെട്ടൊരു പാട്ട് നിങ്ങൾ പറഞ്ഞാൽ രണ്ടുപേരും പാടാം. ആരെ? ഏതാ? ജയചന്ദ്രൻ സാറിന്റെ പാട്ട്. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഇത് പഴയ കാലഘട്ടത്തിന് പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചിന് ബാൻഡടി മേളം. പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരിയൊക്കെ ഓർമ്മ അങ്ങ് പോകും. അപ്പോൾ ഈ ജയചന്ദ്ര സാറിനെ ഓർമ്മിച്ചതിന് വളരെ നന്ദി. ഞാൻ വളരെ അപ്രതീക്ഷിതമായി വന്ന ഇതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുരഭിയോട് പെട്ടെന്ന് ഡാൻസ് കളിക്കാൻ പറയും പോലെ ആയി പോകും. അല്ലെന്ന് പറഞ്ഞാലും ശരിയില്ല. അതുകൊണ്ട് പെട്ടെന്നൊക്കെ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ പാടുന്നതിന് വേണ്ടി ഇനി പ്രമീളയൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട് അല്ലേ? അതവിടെ വലിയ സംവിധാനങ്ങൾ സന്നാഹങ്ങളുമായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ സന്നാഹങ്ങളില്ലാതെ നമ്മൾ വെറുതെ അങ്ങനെ നിന്ന് വർത്തമാനം പറഞ്ഞ്
ഇങ്ങനെ പോവുക എന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല. എന്തായിരുന്നാലും വലിയ സന്തോഷം. കിഷോറേട്ടാ, സുരഭ ചേച്ചിനെയും കൂടെ സ്റ്റേജിൽ വിളിച്ച് രണ്ടുപേരും കൂടെ ഒരു ചെറിയൊരു ഡുവറ്റ് ഒക്കെ പാടുവോ? പ്രമീള എൻ്റെ ആരാണ്? സുരഭിയ. പിന്നെ ഇല്ല, പക്ഷെ നമുക്കറിയാം, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് നമ്മുടെ അഭിമാന താരമാണ്, ദേശീയ പുരസ്കാര ജേതാവാണ്. അത് മാത്രമല്ല, ഏറ്റവും മികച്ച കഥാപാത്രങ്ങൾ അതിഗംഭീരമായി അഭിമാനികളിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കലാകാരിയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് എന്താ പറയുക, കുറേ നേരമായിട്ട് നമ്മോടൊപ്പം തന്നെ ഉണ്ട്. നമ്മൾ ഒരുപാട് സന്തോഷത്തോടെ വേദിയിലേക്ക് പാട്ട് പാടണ്ട, വേദിയിൽ ഒന്ന് വന്ന് എല്ലാവരോടും 2 വാക്ക് സംസാരിച്ചിട്ടൊന്ന് പോകും. ഒരു സന്തോഷം. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് സുരഭി ലക്ഷ്മിയോടുള്ള നമ്മുടെ എല്ലാ സ്നേഹവും എല്ലാ അടുപ്പവും എല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മനസ്സ് നിറയെ സ്നേഹത്തോടെ നിറഞ്ഞ കൈയടികൾ കൊടുത്തുകൊണ്ട് നമുക്ക് സ്റ്റേജിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഷീസ് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. ഐ കാൻ സേ ദാറ്റ്. ഒന്നുമില്ല, നമ്മളോട് 2 വാക്ക് സംസാരിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി നമ്മുടെ ഹൃദയം ധന്യമാകും എന്ന് പറയാം. ചേച്ചി സ്വാഗതം. യെസ് പ്ലീസ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കേരള വിഷൻ കുടുംബശ്രീ എൻ്റർപ്രൈസസ് അവാർഡ് ഈ നമ്മുടെ എല്ലാ കുടുംബശ്രീ മെമ്പേഴ്സിനും കിട്ടുന്നതിൽ വളരെയധികം സന്തോഷം. സ്ത്രീകളിൽ നിന്ന് കുടുംബത്തിലേക്ക്, കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് എന്ന വാക്യത്തോടു കൂടി എന്താ പറയുക, സമൂഹത്തിൻ്റെ ഓരോ മേഖലകളിലും കുടുംബശ്രീ അതിൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് എനിക്ക് വളരെ സ്പെഷ്യലാണ് തിരുവനന്തപുരം. ഞാൻ ആദ്യമായിട്ട് ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തത് തിരുവനന്തപുരത്താണ്, ഒരു ചാനലിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ടൊരു സീരിയലിൽ അഭിനയിച്ചത്, KK രാജീവ് സാറിൻ്റെ കഥയിലെ രാജകുമാരി എന്ന് പറഞ്ഞ സീരിയൽ അഭിനയിച്ചത് അതും തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലാണ്. ഞാൻ അവിടെ ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെയുള്ള ഗണപതി കോവിലിൽ പോയിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചതാണ്, എപ്പോഴെങ്കിലും എന്നെ ഒരു നടിയാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിച്ച് ഈ തിരുവനന്തപുരത്തിൻ്റെ മണ്ണ് തൊട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് അല്ലല്ല ചില്ലറക്കാരല്ലെന്ന് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. അത് കഴിഞ്ഞ് നമ്മളുടെ മിന്നാമിനുങ്ങത്തെ ഫയർഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ മനോജേട്ടനെ, തിരുവനന്തപുരക്കാരൻ എഴുതിയിട്ടുള്ള, മനോജേട്ടൻ എഴുതിയിട്ടുള്ള സിനിമയാണ്. ആ സിനിമയുടെ ഷൂട്ട് 11 ദിവസവും ഈ തിരുവനന്തപുരത്തേക്ക് എന്നെ അങ്ങ് അഴിച്ചു വിടുകയായിരുന്നു. രാവിലെ 6 മണി മുതൽ രാത്രി 12-1 മണി വരെയൊക്കെ ആയിരുന്നു. 11 ദിവസമാണ് ആ ഷൂട്ട് ഉണ്ടായിരുന്നത്. കോഴിക്കോടുകാരിയായിട്ടുള്ള ഞാൻ തിരുവനന്തപുരം സ്ലാങ്ങിൽ സംസാരിച്ചിട്ടാണ്, തിരുവനന്തപുരം സ്ലാങ് അങ്ങനെ പറയാൻ പറ്റില്ല, തിരുവനന്തപുരംകാരിയായിട്ട് സംസാരിച്ച ഒരു സിനിമയ്ക്കാണ് എനിക്ക് നാഷണൽ അവാർഡും കിട്ടിയിട്ടുള്ളത്. നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് എല്ലാവരിലേക്കും എത്തിയ ഒരു കഥാപാത്രം എനിക്ക് തന്നത് ARM ആണ്. അതിൻ്റെ സംവിധായകനും തിരുവനന്തപുരംകാരനാണ്. അങ്ങനെ തിരുവനന്തപുരം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഓർമ്മകളുള്ള ഒരു നാടാണ്. ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും. അപ്പോൾ എനിക്ക് ഒരുപാട് ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നമ്മൾ സ്ത്രീകൾ, നമ്മളുടെ കൂട്ടായ്മ എന്ന് പറയണം. ഇവിടെ വന്ന് പ്രേംകുമാർ സാറ് പറയുമ്പോഴും അതുപോലെ തന്നെ കിഷോറേട്ടനൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ എന്നാണ്. ഇത് നമ്മളുടേതാണ്. നമുക്ക് ഇവരുടെ അടുത്തൊന്നും ചോദിച്ച് 1 രൂപ ചോദിക്കേണ്ട ആവശ്യമില്ല. ബാങ്ക് പോവാൻ നിങ്ങളുടെ ആവശ്യമില്ല. സംരംഭം തുടങ്ങാൻ നിങ്ങളുടെ ആവശ്യമില്ല. നിങ്ങളുടെ പോക്കറ്റിലേക്ക് ഞങ്ങൾ നോക്കുപോലുമില്ല. അത്രയേറെ കാശ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ തരാം കേട്ടോ. അല്ലല്ല, അത് ശരിയാ. ഞാന് അവിടെ ഇരിക്കുന്നവരുടെ ഒരു ബഹുമാനാർത്ഥം അങ്ങനെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ സാധാരണ പുരുഷന്മാർ അല്ല, നിങ്ങളുടെ ഹസ്ബൻഡൊക്കെ നിങ്ങളുടെ അടുത്ത് ലോൺ മേടിക്കാറില്ലേ കുടുംബശ്രീന്ന്? ഇല്ലേ? അല്ല, ഇപ്പൊ ഏറ്റവും അധികം കുടുംബശ്രീയിലെ യൂണിറ്റിലുള്ള ആളുകള് ലോണ് വാങ്ങുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, ഈ നേരത്തെ ഭാര്യ ഭർത്താവിന്റെ അടുത്ത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ തിരിച്ചാ, ഭർത്താവ് ഭാര്യയുടെ അടുത്ത് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. കാര്യം ഇവക്ക് ലോൺ കിട്ടുമെന്ന് നല്ല ബോധം ഇയാൾക്കൊണ്ട്, അതിനനുസരിച്ച് ഇയാൾ മറ്റത് കടം വാങ്ങുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഭർത്താക്കന്മാർ. ഉറപ്പല്ലേ? അതെ. 25 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഇത് സാധിക്കുമെങ്കിൽ ഒരു 50 വർഷം കഴിഞ്ഞാൽ കുടുംബശ്രീ എവിടെ ഉണ്ടാവും? അത്രേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ, പറയാനുള്ളൂ. ഈ 50 വർഷം കഴിയുമ്പോ, ഇപ്പൊ നേരത്തെ സുരഭി ചോദിച്ചില്ലേ, 50 വർഷം കഴിയുമ്പോ കുടുംബശ്രീ എവിടെയായിരിക്കും? അവിടെ
ഈ ഭർത്താക്കന്മാരെല്ലാവരും ഉണ്ടായിരിക്കും. അതാണ്. താങ്ക് യു. ശരിയാണല്ലോ. ആണല്ലോ അല്ലേ? തീർച്ചയായിട്ടും അതൊരു അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു അയ്യോ, പിടിയിട്ടില്ല അത് ഞാൻ പറഞ്ഞതിന്റെ സെൻസ്. പിടികിട്ടി എല്ലാം പിടികിട്ടി. അപ്പൊ വലിയ സന്തോഷം, വളരെ സന്തോഷം. ഇനി ആരാ നമ്മളെ പറഞ്ഞു വിടുന്നത്? നമ്മളെ പറഞ്ഞു വിടുന്ന പൊക്കോട്ടെ. അതായത് സുരഭ ചേച്ചി ഇനി കൊടുക്കാൻ പോകുന്ന ഒരു വലിയ അടിപൊളി അവാർഡ്സ് ആണ് കൊടുക്കേണ്ടത്. ഒരു കുറച്ചൊരു 5-10 മിനിറ്റ് കൂടെ ചേച്ചി അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ നോക്കുമ്പോ കുറെ നേരമായി ഞാൻ വന്നിരിക്കുന്നു. ഞാൻ കഴിഞ്ഞതിന് ശേഷമുള്ള ആൾക്കാരും വന്ന് പോകുന്നു. എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല? പക്ഷെ നമുക്ക് നിറ സാന്നിധ്യം നമ്മുടെ വിളക്കാണ് നമുക്ക് അവിടെ എത്തും കത്തിച്ച് വലിച്ചിട്ട് നമുക്ക് അവിടെ തന്നെ വേണം. അതുകൊണ്ട് ഒന്ന് വിളിച്ച് എന്നെ ഒന്ന് സമാധാനിപ്പിച്ച് വീണ്ടും അവിടെ തന്നെ പോയിരുന്നോളൂ. ഒരുപാട് സന്തോഷം ചേച്ചി. അപ്പൊ നമുക്ക് ശരി 2-3 പരിപാടികൾക്ക് ശേഷം നമുക്ക് ആ അവാർഡ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോവാം. നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് നമുക്ക് പ്രിയപ്പെട്ട ശ്രീമതി സുരഭി ലക്ഷ്മിക്ക് നമ്മുടെ കിഷോർ ഏട്ടന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. സോറി.